ഇയാൾക്ക് ഒരു പാർസൽ കിട്ടാണ്. അത് മെല്ലെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴുണ്ട് ആ ബോക്സിൽ നിറയെ പട്ടാളക്കാരുടെ പാവകൾ. അതൊന്നും കാര്യമാക്കാതെ ആ പാവകൾ അവിടെ വെച്ചിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ പെട്ടെന്ന് അടുക്കളയിൽ ഒരു ശബ്ദം കേൾക്കാണ്. പോയി നോക്കിയപ്പോൾ ആ ബോക്സ് മാത്രം കാണുന്നു. ആ പാവകൾ ഒന്നിനെയും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം എവിടെ പോയി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് ഓഫായി. എന്താണെന്ന് നോക്കിയപ്പോഴതാ ആ ലൈറ്റിന്റെ വയർ ആരോ കട്ട് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് കിച്ചന്റെ ലൈറ്റും ഓഫ് ആവാണ്. അങ്ങനെ അവിടെ പോയി നോക്കി. അപ്പോൾ പെട്ടെന്ന് അവന്റെ കാല് വേദനിച്ചു. എന്താണെന്ന് നോക്കിയപ്പോൾ ആ പാവകളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി കാലിന്മേൽ തറച്ചു നിൽക്കുന്നു. ആരായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്ന് കരുതി അവിടെ താഴേക്ക് എത്തി നോക്കാണ്. അടുത്ത നിമിഷം തന്നെ ഒരുപാട് ബുള്ളറ്റുകൾ മുഖത്തേക്ക് വന്നു. അവനും തന്നെ വേഗം എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഒരു കുട്ടി മിസൈൽ അവന്റെ കാലിന്മേൽ വന്ന് കയറി. അവൻ എങ്ങനെയൊക്കെയോ ബാത്റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മെല്ലെ തുറന്ന് ഒരു കണ്ണാടി വെച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാണ്. അന്നേരം ഒരു മിസൈൽ വന്ന് ആ കണ്ണാടി തന്നെ തകർത്തു. അവനും തന്നെ ഇനി വിട്ടാൽ ശരിയാവില്ല എന്ന് കരുതി ദേഷ്യം വന്ന് ഒരു ഗണ്ണെടുത്ത് ബുള്ളറ്റ് നിറച്ച് സോഫയ്ക്ക് താഴേക്കും മേലേക്കുമായി ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് സോഫ മാറ്റി നോക്കി. അപ്പോഴാണ് അതിന് താഴെ ആ പാവകളെ കാണുന്നത്. അവയ്ക്കെല്ലാം ജീവനുമുണ്ട്.